ഹലോ മുത്തുമണീസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഗെറ്റ് റെഡി വിത്ത് മീ. എന്തിനെന്ന് വെച്ചാൽ അതായത് ഈ മാസം സാധനങ്ങളൊക്കെ തീർന്നു, അതുകൊണ്ട് സാധനങ്ങൾ മേടിക്കാനായിട്ട് പുറത്തു പോവുകയാണ്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട്, അതൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. അപ്പോൾ അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്. ഫേസിലും നെക്കിലും കയ്യിലും ഒക്കെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുവാണ്. ഇതുപോലെ ഡേർട്ടായിട്ട് ഇങ്ങനെ കുത്തിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ മാത്രമേ നമ്മുടെ എല്ലായിടത്തും നല്ലോണം അപ്ലൈ ചെയ്ത് മാത്രം. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ അറിയാമല്ലോ, നല്ല ചൂടും വെയിലും വെയിലുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്, അതായത് മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ ഉപയോഗിച്ചിട്ട് പുറത്തിറങ്ങുന്നത് ബെറ്ററാണ്. അടുത്ത് ഞാൻ എന്താ സൺസ്ക്രീം എടുത്തേക്കാണ്. സൺസ്ക്രീമും ഇതുപോലെ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താണ് സൺസ്ക്രീമും ഫേസിൽ നല്ലതുപോലെ അങ്ങ് തട്ടി വിടാൻ മുത്തുമണി. നെക്സ്റ്റ് ഞാൻ എന്താ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ലിപ് ബാം അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ വല്ലാതെ ഡ്രൈ ആവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ലിപ് ബാം ഉപയോഗിച്ചതിന് ശേഷം ഞാൻ നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് ഇടുവാണ്. അടുത്തത് ഞാൻ കണ്ണെഴുതി പൊട്ട് തൊടാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ കമ്മലാണ് പെയർ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ റൗണ്ട് മുറുക്ക് പോലെ ഇരിക്കുന്ന കമ്മലാണ് ഇടാൻ പോകുന്നത്. ഇനിതാ എൻ്റെ കൂന്തൽ ഞാനൊന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ. 1 2 3 മുടി ഞാൻ കെട്ടി വയ്ക്കാൻ പോവുകയാണ്. എൻ്റെ കസിൻസിൽ ഒരുത്തി പറഞ്ഞു എൻ്റെ ഹെയർ ഒന്ന് ലെങ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു കൂത്താട്ടമാണ് ഈ കിടന്ന് കാണിക്കുന്നത്. അങ്ങനെ ചുന്തരി കുട്ടിയാവാൻ വേണ്ടിയിട്ട് ഞാൻ പൊട്ട് തൊടുകയാണ് മുത്തുമണി. പൊട്ട് തൊട്ടതിന് ശേഷം ഞാൻ ഹെയർ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം എല്ലാം റെഡിയായി കഴിഞ്ഞ് ഇനി നമുക്ക് പോയിട്ട് വരാം. ഞാൻ ഫസ്റ്റ് കയറിയത് എൻ്റെ വണ്ടിയുടെ പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ പൊല്യൂഷൻ്റെത് തീർന്നിരിക്കുമായിരുന്നു. എന്താ പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ കയറി. അപ്പോൾ അവിടെ കയറിയപ്പോൾ അവിടെ ഒരു മാമൻ ഉണ്ടായിരുന്നു. മാമൻ കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു കുറേ നേരം അവിടെ നിന്ന് ലേറ്റായി. പിന്നെ എങ്ങനെയും ഞാൻ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് അവിടെ എസ്കേപ്പായി മുത്തുമണീസ്. എന്നിട്ട് നെക്സ്റ്റ് ഞാൻ സാധനങ്ങൾ മേടിക്കാനായിട്ട് സപ്ലൈകോയിലാണ് കയറിയത്. സപ്ലൈകോയിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ ഭാഗ്യം പോലെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ചിലപ്പം മാസം തുടക്കം ആയതുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ പിന്നെ തീർന്നിരിക്കുമായിരുന്നു. എന്തായാലും ഞാൻ വന്നത് നല്ല സമയമായിരുന്നു. എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് എല്ലാ സാധനങ്ങളും മേടിക്കാൻ പറ്റി. സാധനങ്ങൾ എടുക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഒറ്റയ്ക്കുള്ളത് കൊണ്ട് എല്ലാം കൂടി ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. അത്യാവശ്യം ഞാൻ പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അവിടെയുള്ളൊരു ഇതാണ് ഈ കാണിക്കുന്നത്. പിന്നെ അതിന് ശേഷം ബില്ലടിക്കാൻ കൊടുത്തു. ബില്ലടിച്ച് അവരെല്ലാം സെറ്റ് ചെയ്ത് തന്നതിന് ശേഷം അവിടെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. തേയിലയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ചതായ
ഞാൻ ബില്ലടിച്ചതിന് ശേഷം അവരൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുകയാണ്. എല്ലാ ബില്ലുമായിട്ടൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്നാണ് പിന്നെ അരി മേടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവർ ബില്ലെല്ലാം ഒക്കെ നോക്കി സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അരി മേടിക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ്. വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ത്രാസിൽ തൂക്കുന്നുണ്ട്. സപ്ലൈയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം ഞാൻ നേരെ ചന്തയിലോട്ട് തട്ടി വിട്ടു മുത്തുമണീസ്. അവിടെ വന്നിട്ട് എനിക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മലക്കറി ഐറ്റംസ് അങ്ങനെ കുറച്ച് മേടിക്കണമായിരുന്നു. അങ്ങനെ ഞാൻ നേരെ ചന്തയിലോട്ടാണ് കയറിയത്. നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു ആൻറ്റി ഇരുന്ന് ചക്ക വെക്കുന്നു. അങ്ങനെ അവർ എൻ്റെ കൂടെ ചക്ക വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. കാര്യം ഞങ്ങളുടെ ഇവിടെ ചക്ക കൊണ്ട് അഭിഷേകം നടക്കുവാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ചക്ക മേടിക്കുന്നത്. അങ്ങനെ പിന്നെ എനിക്ക് മീൻ മേടിക്കണമായിരുന്നു. ഇത് അക്കരെ തട്ടിലാണ് മീനുള്ളത്. അങ്ങനെ ഇത് അക്കരെ തട്ടിലോട്ട് തട്ടി വിടാനായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. മീൻ അത്യാവശ്യം മീനുണ്ട്. അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ പോയി നോക്കട്ടെ. നോക്കിയിട്ട് ഏതാണ് വേണ്ടതെന്നുള്ളത് മേടിക്കാം. മീൻ പോയി നോക്കിയിട്ട് ആകെ ഞാൻ കിളി വാറി നിൽക്കുകയാണ്. മുത്തുമണി ഏത് മേടിക്കണമെന്ന് അറിയാൻ വയ്യാതെ ഇങ്ങനെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി നിൽക്കുകയാണ്. ഞാൻ അങ്ങനെ അവിടെ എല്ലാം നോക്കുന്നുണ്ട്. നമ്മുടെ ഇതിന് വെച്ച മീനുണ്ടോ എന്ന്. നെത്തോലി എന്തായാലും എനിക്ക് വേണ്ട. അങ്ങനെ കൊഞ്ചുണ്ട്, അങ്ങനെ വേറെ കുറിഞ്ഞോളുണ്ട്. അങ്ങനെ ഞാൻ കുറേ അവിടെ എല്ലാം ഒന്ന് അരിച്ച് പെറുക്കി നോക്കുകയാണ്. നോക്കിയിട്ട് ഏതാണോ പറ്റുന്നത് അത് മേടിക്കാമെന്ന് കരുതി നോക്കുവാണ്. നെത്തോലി എനിക്ക് വേണ്ട. പിന്നെ കൊഞ്ചുണ്ട്, പിന്നെ ഇതുണ്ട്. അങ്ങനെ ഞാനൊരു കൂട്ടം മീൻ മേടിച്ചു. അവിടെ നിന്ന് തട്ടി വിട്ടിട്ട് ഇതാ മലക്കറി മേടിക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ്. മലക്കറി ഇവിടെ നിന്ന് മേടിക്കുന്നതാണ് നല്ല ലാഭം. അപ്പോൾ ചന്തയിൽ നല്ല ലാഭത്തിന് മലക്കറി മേടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ മലക്കറി എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. 50 രൂപയുടെ മലക്കറിയാണ് കേട്ടോ ഇതിലിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ലാഭമാണ് കേട്ടോ. മലക്കറി മേടിച്ചു. പിന്നെ എനിക്ക് പുളി മേടിക്കണമായിരുന്നു. അങ്ങനെ പുളി മേടിച്ചു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഞാൻ നെക്സ്റ്റ് തട്ടി വിട്ടത് ഈ കടയിലോട്ടാണ്. ഇവിടെ നിന്ന് കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. പഞ്ചസാര തേയിലൊക്കെ ഞാൻ സപ്ലൈ ചെയ്ത് മേടിച്ചു. അതല്ല, സോപ്പ്, ബാർ സോപ്പ്, കുളിസോപ്പ്, വിം ബാർ, സ്നാക്സ്, പിന്നെ വെളിച്ചെണ്ണ, സൺഫ്ലവർ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, അത്യാവശ്യം വീട്ടിൽ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ട് ഈ കടയിൽ കയറിയതിന് ശേഷം അതെല്ലാം മേടിച്ചു. പിന്നെ ശർക്കരയൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, അതൊക്കെ മേടിച്ചു. പിന്നെ ഞാനിങ്ങനെ കറങ്ങി നിന്നെല്ലാം എടുക്കുന്നുണ്ട്. എന്തെങ്കിലും അത്യാവശ്യം സാധനങ്ങൾ വിട്ടു പോയിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ലിസ്റ്റ് എഴുതിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിലും ചിലപ്പം ചില സാധനങ്ങൾ അവിടെ ചെന്നിങ്ങനെ നോക്കുമ്പോഴത്തേക്കായിരിക്കും വേണമെന്ന് തോന്നിക്കുന്നത്. അങ്ങനെ നോക്കുന്നു. അതെല്ലാം നോക്കിയിട്ട് സാധനങ്ങളെല്ലാം മേടിച്ചു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ടാറ്റാ ബൈ ബൈ ഇറങ്ങിയിട്ട് ആ റോഡിൽ നിൽക്കുന്ന സീനാണ്. നല്ല പൊരി വെയിലാണ് മുത്തുമണി. പൊരി വെയിലത്തിൻ്റെ കണ്ണ് പോലും തുറക്കാൻ പറ്റാതാണ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഞാൻ. അവിടെ നിന്ന് കുറേയൊക്കെ പോസ്റ്റ് ചെയ്തൊക്കെ നോക്കിയിട്ട് ഞാൻ വീട്ടിലോട്ട് തട്ടി വിട്ടു. വീട്ടിൽ വന്നത് ഞാൻ ഇത്ര സാധനങ്ങളാണ് മേടിച്ചത്. അരി, പഞ്ചസാര, ഉപ്പ്, പിന്നെ സപ്ലൈകോയിൽ നിന്ന് മേടിച്ച് തോരൻപരിപ്പ്, ഉഴുന്ന്, പയർ, തേയില, ബിസ്ക്കറ്റ്, അങ്ങനെ വെളിച്ചെണ്ണ മേടിച്ചു. തീപ്പെട്ടി കവർ മേടിച്ചു. പിന്നെ ടാങ്ക് മേടിച്ചു. പിന്നെ സോപ്പ് ഐറ്റംസ് മേടിച്ചു. പുളി, ശർക്കര, മഞ്ഞൾപ്പൊടി, പിന്നെ മലക്കറി ചന്തയിൽ നിന്ന് മേടിച്ചത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ മേടിച്ചത്. അതെല്ലാം കൊണ്ട് ഇവിടെ നിരത്തി വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ്. മുത്തുമണി ഇത്ര സാധനങ്ങളാണ് മേടിച്ചത്, നിങ്ങളെ കാണിക്കണ്ടേ. അപ്പോൾ ഇത്ര സാധനങ്ങൾ മേടിച്ചു. അങ്ങനെ ഞാൻ വന്നൊരു പരുവായിട്ട് നിൽക്കുകയാണ്. ഇനി എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ മുത്തുമണീസുകളും സബ്സ്ക്രൈബ് തട്ടി വിട്ടോളൂ. ഇനി എന്തിനു വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പുതിയൊരു വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു മുത്തുമണീസ്.